ഊന്നുകല്ലിലെ വീടിനുള്ളിൽ കൊലപ്പെടുത്തി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കുറുപ്പമ്പടി വേങ്ങൂർ സ്വദേശി ശാന്തയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ബന്ധുക്കളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മൃതദേഹം പുറത്തെടുത്തപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന മക്കൾ മൃതദേഹം ശാന്തയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ ബന്ധുക്കളാണ് മൃതദേഹം ശാന്തയുടേതാണെന്ന് ഉറപ്പിച്ചത്. മൃതദേഹം പുറത്തെടുക്കും മുമ്പേ തന്നെ ശാന്തയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു. പ്രതിയെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിരുന്നു. നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശി രാജേഷിന് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്കായി അന്വേഷണം നടത്തിവരികയാണ്. നേര്യമംഗലത്ത് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമാണ് രാജേഷ് താമസിക്കുന്നത്. കൊലപാതകം നടന്ന ശേഷവും ഇയാളും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രി മുതൽ ഇവർ വീടുപൂട്ടി സ്ഥലം വിടുകയാണ് ചെയ്തത്. വീടിന്റെ ഉടമസ്ഥനായ വൈദികൻ പോലീസിൽ പരാതി നൽകിയെന്ന് മനസ്സിലാക്കിയതോടെ മൃതദേഹം കണ്ടെത്തുമെന്നും പിടിക്കപ്പെടുമെന്നും മനസ്സിലാക്കിയാവാം രാജേഷ് കടന്നുകളഞ്ഞത്. ശാന്തയെ 18-ാം തീയതി മുതലാണ് വേങ്ങൂരിലെ വീട്ടിൽ നിന്നും കാണാതായത്. അന്നോ പിറ്റേ ദിവസമോ കൊലപാതകം നടന്നു കാണുമെന്നാണ് അനുമാനം. വർക്ക് ഏരിയയിലെ മാൻഹോളിൽ മൃതദേഹം അടക്കം ചെയ്തത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. എയർ പൈപ്പ് വഴി ദുർഗന്ധം പുറത്തേക്ക് പരന്നതാണ് ഇക്കാര്യം അറിയാൻ കാരണമായത്. രാജേഷിനൊപ്പം മറ്റാരെങ്കിലും കൊലപാതകത്തിൽ പങ്കാളിയായിട്ടുണ്ടാകുമെന്നും സംശയിക്കുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. GTV ന്യൂസ്, കവളങ്ങാട്.